ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ബസള കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആങ്ങളുണ്ടോള് കൊടുത്തയച്ച ബസള അവളെല്ലാം മുറിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം കൊടുത്തിന്. ഞാൻ കുറച്ച് വാഷാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചവ. കുക്കർ ഇതാ എൻ്റെ ചെറിയ കുക്കർ, അതിൽ നിറച്ചുണ്ട്. പിന്നെ ചീരയിൽ എന്ത് ബസള അത് ബന്ധിട്ടാകുമ്പോൾ കുറയുന്നില്ല. അങ്ങനെ എല്ലാം ഇട്ടിട്ട് വേവിച്ചിന്, ഉപ്പിട്ടിട്ട് അവിടെ വേകാൻ വെച്ചിന്. പിന്നെ ഞാൻ ചാറാക്കാൻ വിചാരിച്ചു. അങ്ങനെ ചാറാക്കാൻ തേങ്ങ അരച്ചിട്ട് കുറച്ച് മുകളിലിട്ടിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ അരച്ചതാ. എൻ്റെ കല്ലിൽ അരക്കാനൊന്നും പോയിട്ട് അതിന് ഇടാനും എടുക്കാനെല്ലാം കുറേ പണിയാകുന്നില്ല. പിന്നെ ഇത് പച്ചക്കറിക്കാകുമ്പോൾ പിന്നെ നമുക്ക് മിക്സിയിൽ അരച്ചെങ്കിൽ മതിയാകുന്നില്ല. അങ്ങനെ ഞാൻ മിക്സി എടുത്തിട്ട് ഇത് കുറച്ച് മുളകും പിന്നെ കുറച്ച് മല്ലിയും കുറച്ച് തേങ്ങയും എല്ലാം ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടായിട്ട് കഴിയുമ്പോൾക്ക് ഞാൻ ഇതിന് ചോറ് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അങ്ങനെ ചോറ് വെന്തിട്ട് വന്നു. അങ്ങനെ ആ ചോറ് വാർത്തിട്ടായിട്ട് പിന്നെ ഇത് കുക്കറിൽ വെച്ച ഇത് ബസള വെന്തിനാഞ്ഞ്. അങ്ങനെ അതിനെ ബസളക്ക് ഈ മിക്സിയിൽ അരച്ച ഇതിൽ തേങ്ങ അരപ്പെല്ലാം ഇല്ല അതിനിട്ട്. കണ്ടില്ല, ബസള പകുതി അതിന് നിറച്ചുണ്ടായിട്ടില്ല. അങ്ങനെ പകുതി അതിന് ബന്ധിട്ടാകുമ്പോൾ അങ്ങനെ വെള്ളമെല്ലാം അങ്ങനെ ഉണ്ടതാ. അങ്ങനെ ഈ അരപ്പിനെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് വാങ്ങല തിളപ്പിച്ചിട്ടായിട്ട് പിന്നെ ഇത് കടുവെല്ലാം പൊട്ടിച്ചിട്ടിട്ട് കടുവും പിന്നെ നീനുള്ളിയും കർച്ചപ്പും വെളുത്തുള്ളി അരക്കുമ്പോൾ കുറച്ച് ഇട്ടീന് അതിലേക്ക്. കടു പൊട്ടിക്കുമ്പോൾ കുറച്ച് ഇട്ട്. വെളുത്തുള്ളി ഇട്ടെങ്കിൽ പിന്നെ നല്ലതല്ല, തടിക്കല. ബസള തന്നെ നല്ലത് തടിക്ക്. എന്തായെങ്കിലും ഒരു ഇലക്കറി ആരോഗ്യത്തിന് നല്ലത് തന്നെയല്ല. പിന്നെ കൊളസ്ട്രോളും ഷുഗറെല്ലാം ഉണ്ട് ആൾക്ക് ഇലക്കറി നല്ലത്. ഏതില ആയെങ്കിലും ബസള ആയെങ്കിലും ചീര ആയെങ്കിലും എന്തായെങ്കിലും. ഈ ബസളക്ക് ഓരോ നാട്ടിൽ ഓരോന്ന് പേര് പറയും. അങ്ങനെ ഞാൻ ഇതെല്ലാം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട്. പിന്നെ ബസളന് ചാറിങ്ങനെ തിളച്ചിട്ട് വരുന്നുണ്ടതാ, കണ്ടില്ലേ? അങ്ങനെ നമ്മളെ നല്ല അടിപൊളി ബസളക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനൊന്ന് കറിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കറിയാക്കിയിട്ട് നോക്കിക്കോ എല്ലാവരും, ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഞാൻ കുറച്ച് കറി നമ്മളെ അയൽക്കൂട്ടക്കാർക്കും കൊടുത്തിന്. അത് പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ സ്പെഷ്യൽ ഇങ്ങനെ ബസളൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടാനില്ലല്ലോ ഇപ്പോൾ. ഇടുമ്പോൾ ഇത് സീസണിലെല്ലാം കിട്ടുന്ന സാധനമല്ല. അങ്ങനെ കിട്ടിയിട്ടാകുമ്പോൾ അങ്ങനെ കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്തത്. പിന്നെ ഇത് ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് കൊമ്പെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ കൊമ്പെല്ലാം കുറേ ഇട്ടിന് ഞാൻ. അങ്ങനെ കൊമ്പും പിന്നെ ഇത് ചാറെല്ലാം കൂട്ടിയിട്ട് ഞാനും പിള്ളേരെല്ലാം വാങ്ങൽ ചോറ് വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചോറും കറിയെല്ലാം. അങ്ങനെ ഞാനും പിള്ളേരെല്ലാം വെച്ചിട്ടായിട്ട് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. ചോറ് ഭയങ്കര ചൂടുണ്ടാവുക, കറിയാൻ ചോറെല്ലാം നല്ല ചൂടുണ്ട്. അങ്ങനെ രണ്ടാളും ഞാനും അങ്ങനെ വെച്ചിട്ടായിട്ട് ഞാൻ ചെരുപ്പ് ഓർഡർ ആക്കിനാൻ. അത് വന്നിനാൻ. ഓളതിനെ പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ഓർഡർ ആക്കിയത് വന്നെങ്കിൽ പിന്നെ അങ്ങനെ ഇവിടെ അതിനെ പൊട്ടിക്കാൻ ഒന്നും തല്ലേ ഏത് നെല്ലിട്ടൊന്നുമില്ല. ഞാൻ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് അവർക്ക് അതിനെ പൊട്ടിക്കാൻ. അങ്ങനെ ഓളതിനെ പൊട്ടിച്ചിട്ട് ഇട്ടിട്ടെല്ലാം നോക്കുന്നുണ്ട്. കുറച്ച് ലൂസുണ്ട് ചെരുപ്പ്, ഭയങ്കര സെറ്റായിട്ട് പെർഫെക്റ്റ് സൈസൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിനായിട്ട് കുറച്ച് സൈസ് കുറച്ചിട്ട് വേണമെങ്കിൽ അത് ചിലപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ റിട്ടേൺ ആക്കിയിട്ട് അതിന് ഇട്ടിന്. അങ്ങനെ ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ടായിന്. ഇന്ന് പിള്ളേർക്ക് സ്കൂളൊന്നും ഇല്ല, ലീവല്ല. ശനിയാഴ്ചയും ഞായറാഴ്ച സ്കൂളിൽ ലീവ്. അങ്ങനെ നമ്മൾ ബസ്സിലാണ് പോയത്. വേറെ എവിടെ പോയതല്ല, അപ്പോൾ ബസ്സിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടെങ്കിൽ റോഡ് ക്രോസ് ആക്കാനെല്ലാം ഉണ്ട്. വിദ്യാനഗർ അവിടെ എക്സ്പോ വന്നിട്ടില്ലേ, കാസർഗോഡ് വിദ്യാനഗർ അവിടെ പോയത്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ
ഇങ്ങനെ ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ടൊന്ന് പോകുമ്പോൾക്ക് ആ സൈഡൊന്നും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ റോഡ് ക്രോസിങ്ങിൻ്റെ ഈ പാലത്തിലെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഇതിൽ താഴെ ഇറങ്ങിയിട്ട് പോയതാണ്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ കുറേ കയറാനുണ്ട് സ്റ്റെപ്പെല്ലാം. അത്ര മുകളിലുള്ളത് ഈ പാലം കണ്ടില്ലതാ, ബസ്സെല്ലാം എത്ര ചെറുതായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, എക്സ്പോൻ്റെ അവിടെ എത്തി. അവിടെ എത്ര 3 മണിക്ക് തുടങ്ങുന്നല്ലേ ചെല്ലീന. ഞാൻ ഈ എക്സ്പോൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിനവാ. പിന്നെ അതിനെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയത്. അങ്ങനെ അവിടെ 3 മണിക്കൊന്നും തുടങ്ങിയിട്ട, 3:30 മണിയെല്ലാം അതിന് തുടങ്ങുമ്പോൾ തന്നെ. അതിന് ശേഷം ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ എന്തുമാതിരി മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് നല്ല ചെയ്യലുണ്ടായിരുന്നതാ. ഈ വെള്ളച്ചാട്ടമെല്ലാം നോക്ക്, അത്ര പാങ്ങുണ്ട്, ഒറിജിനൽ വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ന്യൂസാക്ക് കുറച്ച് പേടിയായി ഫസ്റ്റ്, ഇതെന്ത് പോയി ഇത് വെള്ളം വീഴുന്നില്ലിട്ട്. പിന്നെ കുറച്ച് സെറ്റായി. അവളിങ്ങനെ നോക്കുന്നുണ്ട് അത്ഭുതത്തിൽ, ഇതെന്ത് ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ കാണുമ്പോൾ അപ്പുറത്തുനിന്ന് പിന്നെ ഒരു വെള്ളച്ചാട്ടം കടന്നു. പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ന്യൂവാക്ക് തിരക്കായി, അവിടെ പോവാൻ അപ്പുറത്ത് പോവാൻ. അങ്ങനെ ഇവിടെ എന്തെല്ലാം ഹിസ്റ്ററിയെല്ലാം പറയുന്നുണ്ട്, 3 വെള്ളച്ചാട്ടം കൂടിയിട്ട് ഒരു വെള്ളച്ചാട്ടം ആയത്. അങ്ങനെ എന്തെല്ലാം കഥയെല്ലാം അവിടെ അമേരിക്കയിലൊരു അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അങ്ങനെയല്ലോ. അങ്ങനെ അതെല്ലാം അവിടെ എഴുതി വെച്ചേന്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് നമ്മളുള്ളിൽ പോയതാണ്. ഫോട്ടോ എടുക്കാനെല്ലാം പറ്റിയ നല്ല സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടെ പിന്നെയും ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങോട്ടുള്ളത്. അതും അങ്ങനെ നല്ല പാങ്ങുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ്, ഈ വെള്ളത്തിൻ്റെ എല്ലാം ഇല്ലേ. അങ്ങനെ വലിയ തണുപ്പില്ല, എന്നെങ്കിലും ഒരു സാധാരണ തണുപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ആയിട്ടാലും രാത്രി ആകുമ്പോൾ അവിടെ ലൈറ്റെല്ലാം കത്തുന്ന നല്ല മജയുണ്ട് കാണാൻ. പിള്ളേർക്കെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നിയിട്ട് കഴിഞ്ഞില്ല. ന്യൂസ് എങ്ങനെയെങ്കിലും കയറണമെങ്കിൽ ഇന്നെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ആടുന്ന് മെല്ലെ ഇറങ്ങിയിട്ട് പിന്നെ എന്താക്കി, അതിനപ്പുറം എന്തെല്ലാം ഷോയെല്ലാം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇതുണ്ടായിന്, എന്ത് മറ്റേ ഇലക്ട്രിക്കിൻ്റെ നായില്ലേ, അല്ല റോബോട്ട് നായി, അതുണ്ടായിന്. അതിനെല്ലാം നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ അപ്പുറം പോയി. അവിടെ പിന്നെ ഇതുണ്ടായിന്, എന്ത് അവിടെ ഇങ്ങനത്തെ ഷോയിലെ മുട്ടായി അത് നായോ അതവിടെ കിടന്നിനതാ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ബെഡ്, പിന്നെ ഡ്രസ്സ്, അങ്ങനത്തെ കുറേ സാധനമെല്ലാം ഇങ്ങനത്തെ സെയിലാക്കുന്നതെല്ലാം ഇല്ല. ഇങ്ങനത്തെ ഒരു ചിത്രം വരക്കുന്ന ഇതിന് ചിത്രം വരക്കുന്ന അറിയില്ല, അങ്ങനത്തെ എല്ലാം ഉണ്ട് അവിടെ. പിന്നെ കുറേ സാധനവും, പിന്നെ ബെഡ്ഷീറ്റും, പിന്നെ തുണിയും, അങ്ങനെ മൊബൈലിൻ്റെ കവറും, പിന്നെ അങ്ങനെ കുറേ സാധനമെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ടാകുമ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് പിന്നെ ഇത് പണ്ടത്തെ നോസ്റ്റുവിൻ്റെ മുട്ടായില്ലേ അതുണ്ടായിന്. പിന്നെ അലുവ, അതായത് അലുവ ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ട് കുറച്ച് മേയ്ക്കൊണ്ടെല്ലാം ഞങ്ങൾ അങ്ങോട്ട് പോയി. എന്തെല്ലാം എങ്ങനെയൊന്ന് വയ്യ കാണിക്കാവാ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ അപ്പുറം എത്തിയിട്ടാകുമ്പോൾ എന്തെന്ന് പിള്ളേരെ ഇങ്ങനത്തെ കളിക്കുന്നതെല്ലാം ഇല്ലേ, അങ്ങനത്തെ എല്ലാ സാധനം, അങ്ങനത്തെ പിന്നെ കാറും ബൈക്കും, പിന്നെ തൊട്ടിലാട്ടവും, പിന്നെ അങ്ങനത്തെ എല്ലാം കുറേ തുടങ്ങുന്ന എത്ര നമ്മൾ ഇത് ഫസ്റ്റ് ഓപ്പണാക്കിയിട്ടാകുമ്പോൾ തന്നെ കയറിയില്ല. അങ്ങനെ എല്ലാ പിള്ളേരെ കൊണ്ടുപോകുന്നെങ്കിലില്ല, എല്ലാം പൈസേൻ്റെ വലിയൊരു കെട്ടും കൊണ്ട് പോകണം. അതെല്ലാം കാണുമ്പോൾ എല്ലാം ചെല്ലുന്നു. ഞാനേ ഇതിലിരിക്കുന്നു. പിന്നെ മുട്ടായിയെല്ലാം കാണുമ്പോൾ എനിക്ക് ആ മുട്ടായി വേണം, എനിക്ക് ഈ മുട്ടായി വേണം, അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഇതുണ്ടായിന്, എന്ത് പഞ്ഞി മുട്ടായില്ലേ അതാക്കുന്നുണ്ടായിന്. അതിനെ പിള്ളേർ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്, എന്തിത് ഇങ്ങനത്തേന്ന്. അങ്ങനെ ഒരു പഞ്ഞി മുട്ടായി വാങ്ങി. അങ്ങനെ പഞ്ഞി മുട്ടായി വാങ്ങിയിട്ട് അതിനും തിന്നു.
അങ്ങനെ തിന്നിട്ട് അവിടെ ഇരുന്ന്. പിന്നെ എന്താക്കി പിന്നെ നമുക്ക് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്നില്ല. അങ്ങനെ അവിടുന്ന് ബൈലോട്ട് വന്നു. ബൈലോട്ട് വരുമ്പോഴേക്ക് ഇത് ഇവിടെ ഉറങ്ങിയ നായി എണിച്ചിട്ട് സർക്കസ് കളിക്കുന്നുണ്ട്. അതിങ്ങനെ റിമോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്കുന്ന അയാൾ. ഈ പിള്ളേരെ ബാക്കിലെല്ലാം ആക്കുന്നു. പിള്ളേർക്ക് പേടിയാണ് ഇതിനെ കാണുമ്പോൾ. പിള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വക പായും. അങ്ങനെ നായിൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ച്. പിന്നെ മോന്തി ആവാനായി. അപ്പോൾ അവിടെ എല്ലാം ലൈറ്റെല്ലാം ഇട്ടിന്. പുള്ള വള്ളത്തിലൊരു തുള്ളുന്നുണ്ട്. റബ്ബേ, എന്തോ ഒരു സന്തോഷം. അതിന് നെല്ലില്ല. ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വെച്ച് എന്നിട്ട് വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ര മജയിന് പിള്ളേർക്ക്. അങ്ങനെ കുറേ നേരം മൂന്നാളും കളിച്ച്. എല്ലാ പിള്ളേരും കളിക്കുന്നുണ്ട് അവിടെ കളിച്ചുകൂടാന്നെല്ലാം എഴുതിയിട്ട് വെച്ചിന്. ആരോട് ചെല്ലണ്ടായി പിള്ളേരോട് ചെല്ലെങ്കിൽ പിള്ളേർ കേൾക്കുന്നു. അങ്ങനെ ഇങ്ങനെ തുള്ളുന്നുണ്ട്. പിന്നെ രാത്രി മാരിബാങ്കെല്ലാം കൊടുത്ത്. അപ്പോൾ ലൈറ്റെല്ലാം ഇങ്ങനെ കത്തുന്നുണ്ട്. എന്നിട്ടായിട്ട് ഒരു റെഡിയിലിരുന്ന് പിള്ളേരെ ഇരുത്തി അതിലിരുന്ന്. എന്നിട്ട് അതെല്ലാം നോക്കിയിട്ടായിട്ട് ഇരുന്നിട്ടായിട്ട് ഞങ്ങൾ റിട്ടേൺ പെരക്ക് വന്ന്. പെരക്ക് വരുമ്പോൾക്ക് കുറച്ച് രാത്രി ആയിന്. അങ്ങനെ രാത്രി അവിടുന്ന് വരുമ്പോൾക്ക് അവിടുന്നൊരു ഇത് എന്തെന്ന് ചറുമുറ തിന്നു. അങ്ങനെ ചറുമുറ തിന്നിട്ടായിട്ട് കുറച്ച് എരിവുണ്ടായിന് ചറുമുറിന്. പിന്നെ എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാന്നല്ല. അങ്ങനെ ആ ചറുമുറും തിന്നിട്ടായിട്ട് നേരെ പെരക്ക് ഒരു അൽഫാമും കുബൂസും എല്ലാം വാങ്ങിയിട്ട് നേരെ പെരക്ക് വന്ന്. അങ്ങനെ രാത്രി അതെല്ലാം തിന്ന്. അങ്ങനെ എന്തെന്ന് അൽഫാം കുറച്ച് കത്തിപ്പോയിനെന്ന് തോന്നുന്നു. കറുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ടാണ് അതിനെ കാണിക്കാൻ വിചാരിച്ച്. അങ്ങനെ അതിനെ കുറച്ച് ടേസ്റ്റെല്ലാം നോക്കി ഞാൻ. അപ്പം തിന്നിട്ടായിട്ട് ഈ അലുവ ഏത് കളർ വേണം കൊണ്ടതിൽ ഒരു ബോക്സിൽ. അങ്ങനെ അലുവ തിന്ന്. പിന്നെ മുട്ടായി, കറുത്ത ഉപ്പേരി, മുട്ടായി, അങ്ങനെ അതെല്ലാം തിന്നിട്ട് പെരക്ക് വന്നു. ഗൈസ്, ഓക്കെ, ബൈ, താങ്ക് യു.